ഇതൊക്കെ ഇവിടെ ആണോ? അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? കർത്താവ് ഒരു സെക്കൻഡ് ചാൻസ് തന്ന ആ തീരുമാനം നിങ്ങൾ തിരുത്താൻ നോക്കുമോ? അതോ പോയത് പോട്ടെ എന്ന് വിചാരിക്കുമോ? അടങ്ങിയിരിക്കുക എന്നുള്ളൊരു സ്വഭാവം ജീവിതത്തിൽ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഞാനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം. വേറെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ച് എൻ്റെ തലയിലേക്ക് നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇച്ചിരി വിഷമമുള്ള കാര്യം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചാണ്. കർത്താവ് എനിക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് തന്നാൽ ഞാൻ തിരുത്താൻ പോകുന്ന ഒരു തീരുമാനം എന്താണെന്നറിയോ? അത് ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് ഇനിയും എന്ത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ തിരുത്താൻ പോകുന്നത്. വേറെ ഒന്നും തന്നെ അല്ലടോ, +1 +2 എനിക്ക് ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാലമാണ് അത്. പിന്നീട് ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിക്കുന്ന തീരുമാനം അതായിരുന്നു. തെറ്റായിട്ടുള്ള പല തീരുമാനങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ പോട്ടെ. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയത് ഈ പസിൽ ഇപ്പം ഇത്രയുമായി. ഞാൻ ഇടയ്ക്ക് പോയി ഒന്ന് കൈയിട്ട് സഹായിച്ചു. ഇതുവരെയും തീർക്കാൻ പറ്റിയിട്ടില്ലെന്നേ. അറിയാവുന്നവരുണ്ടെങ്കിലേ ഇങ്ങ് പോകുന്നേക്ക് കേട്ടോ.